ബേപ്പൂരിൽ തിരിച്ചൊരു വിധി വരില്ലെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. ഞാനൊരു 2% ആണെങ്കിൽ പോലും അത് എടുത്തുകൊണ്ട് ഞാൻ പറയുക, അങ്ങ് പരാജയപ്പെട്ടാൽ അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഒരു സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഇത് ചോദിച്ചുകൊണ്ട് പഴയ ഒരു കഥയിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 2009 വളരെ ചെറുപ്രായത്തിൽ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു മത്സരിച്ചു. അന്ന് 838 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 838 വോട്ടിന് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. അതിൽ അപരന്മാർ അന്ന് 5000-ലധികം വോട്ട് പിടിച്ചു. 838 വോട്ടിന് പരാജയപ്പെട്ടു. അന്ന് കേരളത്തിൽ LDFന് കിട്ടിയത് 4 സീറ്റാണ്. 4 സീറ്റ്. തൊട്ട പല സീറ്റുകളും ഈ കോഴിക്കോടിനേക്കാൾ രാഷ്ട്രീയ സ്വാധീനമുള്ള സീറ്റുകളിലും 1,00,000-ഓളം വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കോഴിക്കോട് 838 വോട്ടിനാണ് LDF പരാജയപ്പെട്ടത്. എന്നിട്ടും വ്യക്തിപരമായ അധിക്ഷേപം ആ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി നടത്തിയിരുന്നു. അതായത് യഥാർത്ഥത്തിൽ 838-ൽ പിടിച്ചു നിന്നില്ലേ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് എന്നുള്ളൊരു പ്രചരണം അതിശക്തമായി നടത്താൻ ശ്രമിച്ചിരുന്നു. അതിനെ മറികടന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്നയാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ഓരോ ഘട്ടങ്ങളിലും അത് എന്ത് ഏത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണെല്ലാം എന്ന് കരുതുന്ന ആളല്ല ഞാൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് കാണുന്നതാണ്. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെയൊക്കെ ജീവിതം. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങളുമായി ബന്ധപ്പെടുക, ജനങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് സാങ്കല്പിക ചോദ്യമാണെങ്കിലും ഞാൻ പഴയൊരു കഥയിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനിപ്പിക്കണമെന്നൊന്നും സാധാരണ ഇടതുപക്ഷ നേതാക്കൾ പറയാറില്ല അല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് അല്ല ഇടതുപക്ഷത്തിൻ്റെ എല്ലാം, ജനങ്ങളുടെയും എല്ലാം തെരഞ്ഞെടുപ്പല്ല. ജനങ്ങളാകെ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കണം എന്ന് കാണുന്നവരാണോ? അല്ല, ജനങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിനം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ കാണുന്നവരാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ടൈം ടേബിൾ നിശ്ചയിക്കുന്ന രീതി ഞങ്ങൾക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. ഞങ്ങൾ അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും കാണുന്നത്.